അമേരിക്ക ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് പോലെ കേൾക്കുന്നതിന് പകരം ഇറാൻ പറയുന്നത് പോലെ കേൾക്കാനാണ് കൂടുതൽ താല്പര്യമുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 2025 ജൂൺ മാസം വലിയ രൂപത്തിൽ അവരുടെ ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് ഗൗരവമുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകുന്നു. അതിനാദ്യം തിരഞ്ഞെടുത്ത രാജ്യം തുർക്കിയായിരുന്നു, ഇസ്തംബൂൾ ആയിരുന്നു. പക്ഷേ ആ തുർക്കിയെക്കുറിച്ച് ഇറാൻ അത്ര കണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ വാഷിങ്ടനോട് അറിയിച്ചത് പ്രകാരം അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റേജിനെ ഒമാനിലേക്ക് മാറ്റണമെന്നാണ് ഇറാൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം. അതിനെക്കുറിച്ച് മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചൊരു പ്രഖ്യാപനം അതല്ലെങ്കിൽ മറുപടി വന്നിരിക്കുന്നു. എന്താണ് മറുപടി? അതായിരുന്നു ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടും ചെയ്യാഞ്ഞത്. രണ്ടാളെ മറുപടിയും കൂടി, അഥവാ ഒരാൾ ആവശ്യപ്പെടുന്നു, മറ്റൊരാൾ മറുപടി പറയുന്നു. എന്താണ് മറുപടി എന്നുള്ളത്? ഇറാൻ ആവശ്യപ്പെട്ട പ്രകാരം വാഷിങ്ടൺ, ടെഹ്റാൻ ആവശ്യങ്ങൾക്കുള്ള അഥവാ രണ്ടുപേരുടെയും ചർച്ചയ്ക്ക് ആ വേദി മാറ്റിയതായിട്ട് അമേരിക്കൻ വാഷിങ്ടൺ പോസ്റ്റ് പ്രഖ്യാപിച്ചു. അത് ഇറാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ട്രംപ് ആ അംഗീകാരം അഥവാ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ്. 2025 ജൂൺ മാസത്തിൽ നടന്ന ആ ഒരു ചർച്ചയ്ക്ക് ശേഷം അതിഗൗരവമുള്ള ഒരു ചർച്ച തുർക്കിയിൽ വെച്ച് നടത്തേണ്ടതില്ല എന്നുള്ളത് ഇറാൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചപ്പം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയാണ് പറയുന്നത്, അവിടെ വന്നിട്ട് ഞങ്ങളിത് മുട്ടിലിഴഞ്ഞ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടോളാം എന്ന് പറയുന്നിടത്ത് ഹതഭാഗ്യത്തിൻ്റെ എന്താ പറയുക, അങ്ങ് അറ്റത്താണ് ഈ ട്രംപ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പം കൃത്യമായി ഒമാനിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഒമാനിലെ പ്രധാന വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒമാൻ പുതിയ മധ്യസ്ഥനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. തന്ത്രപരമായ കാരണങ്ങളാലാണ് തുർക്കിയെ ഒഴിവാക്കി ഒമാൻ വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടത്. പശ്ചിമേഷ്യയിലെ ചർച്ചകൾക്ക് എന്നും നിഷ്പക്ഷ വേദിയായ ഒമാൻ ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു എന്നും ഇറാൻ കൂട്ടിച്ചേർത്തി. അഥവാ കൃത്യമായി പറയുകയാണെങ്കിൽ ഇറാന് ഈ ഖത്തർ അതുപോലെ തന്നെ തുർക്കി ഇവരോടൊന്നും യാതൊരുവിധ വിശ്വാസവും ഇല്ല എന്നുള്ളിടത്തേക്ക് എത്തി നിൽക്കുന്നു. ഇതൊരു അപകടം മണക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഖത്തറിലെ പ്രവാസികളെ പേടിപ്പിക്കാനല്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ഞാൻ, മറിച്ച് ഖത്തറായിരുന്നു നേരത്തെ ഇറാൻ്റെ ഏറ്റവും വലിയ ചങ്ക്. പക്ഷേ ആ ഖത്തറിനെ ഇപ്പോൾ ഒഴിവാക്കി. ഈ തുർക്കിയിലേക്ക് അമേരിക്ക വെച്ചതാണ്, അതും ഒഴിവാക്കി. അമേരിക്ക ഇറാനോട് തുർക്കിക്ക് തീരെ താല്പര്യമില്ല. ഇറാന് തീരെ താല്പര്യമില്ല തുർക്കിക്ക്. ഒന്നുകൂടി പറയാം, തുർക്കിക്ക് വലിയ ഒരു അപാകത വന്നിട്ടുണ്ട് ഇവിടെ. എന്താ സംഭവം? കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കി പൗരന്മാരായിട്ടുള്ള ചില ആളുകളൊക്കെ ഈ മൊസാദിൻ്റെ ചാരപ്രവർത്തനം നടത്തുന്നതായിട്ട് പിടിക്കപ്പെട്ടു എന്ന് ഇന്നലെ നമ്മൾ ലൈവിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. മറ്റനേകം കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ആ രാജ്യത്തെ മാറ്റി നിർത്തി ഖത്തറിനെ പറഞ്ഞത് കേൾക്കാതെ പാട്രിയോട്ടിക് മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഖത്തറിലെ അൽ ഉദൈദ് വിമാനത്താവളത്തിൽ സൈനിക ബേസ്മെൻറ്റിൽ അവർ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്, ലോഡാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തറിനോടും പഴയ രൂപത്തിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ കരുതലോ ഇറാനില്ല, ഇനി ഉണ്ടാവുകയില്ല. അതൊരു അപകടമാണ്. കാരണം ഖത്തറിനെ എത്രമാത്രം അങ്ങേറ്റം സഹായിച്ചവരാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് റമദാൻ മാസത്തിൽ സൗദി അറേബ്യ അവിടുത്തെ ഉപരോധം ഏർപ്പെടുത്തിയപ്പം വലിയ രൂപത്തിൽ വലിയൊരളവിൽ തന്നെ ഇറാനായിരുന്നു ഖത്തറിനെ സംരക്ഷിച്ചത്. ഈ ഖത്തറാണ് ഇറാനെതിരെ പോരാടാൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത്. പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ടെറിട്ടറിയിൽ നിന്ന് ആക്രമണം അനുവദിക്കുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ആവശ്യത്തിൽ കൂടുതൽ ടൈഫോൺ വിമാനങ്ങളും അതുപോലെ തന്നെ പാട്രിയോട്ടിക് മിസൈൽ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചത് എല്ലാ സംവിധാനങ്ങളും പുറലോകത്ത് അറിഞ്ഞതാണ്. അതുകൊണ്ട് ആ ഖത്തറിനെയും ഒഴിവാക്കി. പഴയകാലത്ത് നമ്മൾ പറയാറുണ്ട് ഖത്തർ നിഷ്പക്ഷമാണെന്ന്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്രയും അടുത്തിടപഴകുകയും എല്ലാം ഘട്ടകാലത്ത് എത്രയോ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഇറാന് ഖത്തറിന് വിശ്വാസമില്ലാതായി മാറിയിട്ടുണ്ട്. ഇനിയൊരു യുദ്ധം പുറപ്പെടുകയാണെങ്കിൽ ഇറാൻ്റെ കഥ കഴിയുമെന്നുള്ളത് ഈ വാക്കിലൂടെ, ഈ നിരീക്ഷണത്തിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. എന്താണെങ്കിലും അപകടങ്ങളില്ലാതിരിക്കട്ടെ. എന്താണെങ്കിലും ഈ ഒമാനിലേക്ക് മാറ്റി എന്ന വിവരമാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. പുറത്തേക്ക് വിട്ട ന്യൂസ് ആകട്ടെ ഏതാണ്? ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇറാൻ മിലിറ്ററി ന്യൂസാണ്. ഇത് IRGCയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. കൃത്യമായി അവരുടെ പേര് വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇറാൻ, ഖത്തർ അതുപോലെ തന്നെ തുർക്കി ഇതുമായി ബന്ധപ്പെട്ട് 2 രാജ്യങ്ങളും ഇറാൻ ഒഴിവാക്കി പുതിയൊരു രാജ്യത്തെ തിരഞ്ഞെടുത്തു. അത് ഒമാനാണ്. ഒമാൻക്ക് മറ്റൊരു പ്രത്യേകത കൊണ്ട് ചൈനയുടെ ബേസ്മെൻറ്റ് സൈനിക താവളത്തിന് പോലും ഒമാനാണ് സീറ്റ് കൊടുത്തത്. ആ ഒരു വലിയ എന്താ പറയുക, വലിയൊരു ആശ്വാസം കൂടി അവിടെ ഉണ്ട്. ഒമാനെങ്ങാനും ചതിക്കുകയാണെങ്കിൽ ചൈനയുടെ വക അവിടെ നല്ല ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് ഇറാൻ നിരീക്ഷിച്ചിട്ടുണ്ടായേക്കാം. കാത്തിരുന്ന് കാണാം എന്താകും തീരുമാനമെന്നുള്ളത്. ഇനി ലോകം
ഉറ്റുനോക്കുന്നത് ഈ ചർച്ചയിലേക്ക് വേണ്ടിയിട്ട്. ഫെബ്രുവരി 6-നായിരുന്നു ഇസ്തംബുളിൽ നടക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആ ചർച്ച ഡേറ്റ് മാറ്റാതെ തന്നെ ഒമാനിലേക്ക് അഥവാ രാജ്യം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ട്രംപ് അത് സമ്മതിക്കുകയും ഇറാൻ അത് വലിയ രൂപത്തിൽ അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തതായിരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിരൂപണങ്ങൾ അതേപോലെ തന്നെ അഭ്യർത്ഥനകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻ്റായിട്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.